ഇന്റർനാഷണൽ വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. US-ൽ ട്രംപിനെതിരെയുള്ള വലിയ വികാരം ആഞ്ഞടിക്കുകയാണ്. അവിടെ അടച്ചുപൂട്ടൽ ഭീഷണി അതിരൂക്ഷമാകുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നോക്കാം. അടച്ചിടലിൽ നിന്നും കരകയറാനുള്ള തീവ്ര ശ്രമത്തിലാണ് അമേരിക്ക. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ US സെനറ്റ് നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ഫണ്ടിംഗ് ബിൽ പാസ്സാക്കുന്നത് സംബന്ധിച്ചുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. 8 ഡെമോക്രാറ്റ് അംഗങ്ങൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ധാരണയിലെത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഐസൺ, ഈ സാമ്പത്തിക പ്രതിസന്ധി, ഈ അടച്ചിടൽ ഭീഷണിയിൽ നിന്നും എങ്ങനെയും കരകയറുക എന്ന ലക്ഷ്യമാണിപ്പോൾ അമേരിക്കയ്ക്കുള്ളത്. ഇപ്പോൾ ഈ പുതിയ നടപടികൾ എന്തൊക്കെയാണ് ഐസൺ? ഈ സെനറ്റിൽ ബില്ല് പാസ്സാകാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ഒക്ടോബർ 1 മുതലാണ് ഈ പ്രതിസന്ധി ആരംഭിക്കുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ സ്വാഭാവികമായും 40 ദിവസം കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അമേരിക്കൻ സമയത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായി 40 ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഇന്നലെ തന്നെ ആരംഭിക്കുകയും ശനിയാഴ്ച ചർച്ചകൾ നടക്കുകയും പാർലമെന്റ് സമ്മേളിക്കുകയും ഇന്നും വീണ്ടും പാർലമെന്റ് സമ്മേളിക്കുന്ന അല്ലെങ്കിൽ സെനറ്റ് സമ്മേളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. സെനറ്റിന്റെ സമ്മേളനം ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്തിമഘട്ടത്തിലാണ് വോട്ടെടുപ്പ് സെനറ്റിൽ നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് 8 ഡെമോക്രാറ്റിക് അംഗങ്ങൾ, അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ് 55 അംഗങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും 45 അംഗങ്ങൾ ഡെമോക്രാറ്റ് അംഗങ്ങളുടെയും അല്ലെങ്കിൽ എതിർപക്ഷത്തുമുള്ളവരാണ് ഈ സെനറ്റിലുള്ളത്. സ്വാഭാവികമായും ഇത്തരം ഒരു ബിൽ പാസ്സാകണമെങ്കിൽ കൃത്യമായ ഒരു ഭൂരിപക്ഷം ആവശ്യമുണ്ട്. ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 60 വോട്ടുകളാണ്. 60 വോട്ടുകൾ കിട്ടുന്നതിലെ ഒരു പരിമിതിയാണ് സെനറ്റിൽ വലിയൊരു പ്രശ്നമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 55 റിപ്പബ്ലിക്കൻ അംഗങ്ങളും 8 ഡെമോക്രാറ്റിക് അംഗങ്ങൾ പൊതുധാരണയിലെത്തി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും 60 കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വോട്ടെടുപ്പിൽ 60 വോട്ടിൽ കൂടുതൽ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന സൂചനയാണ് ലഭ്യമാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ധനവിനിയോഗ ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കപ്പെടുകയും അത് പാസ്സാകുകയും അതാണ് എങ്ങനെയും ഈ അടച്ചിടൽ ഭീഷണിയിൽ നിന്നും കരകയറാനുള്ള ഒരു ശ്രമം ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കാം.